അസ്സലാമു അലൈക്കും. സം ടോക്കിന്റെ 30 ഡേയ്സ് ചലഞ്ചിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാ, 3 ദിവസമായിട്ട് നമ്മൾ നടത്തിയ ഓരോ ടാസ്കുകളും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഏറ്റെടുത്ത് കൃത്യമായിട്ട് അത് ചെയ്ത എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഇന്നലെ നമ്മൾ മൈൻഡ് ട്യൂണിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് ആളുകൾ നമ്മുടെ ഷഹബാസിന്റെ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷഹബാസിന്റെ വീട്ടിൽ പോവുകയുണ്ടായി. അവരുടെ മാതാപിതാക്കളെ കാണാൻ കഴിഞ്ഞു. അവരെ നമ്മൾക്കാവുന്ന രീതിയിൽ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞു. അവരെ സമാധാനിപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ: എല്ലാം റബ്ബിന്റെ ഖലാ ആണ്. ആ ഒരു വാക്ക് കൊണ്ട് മാത്രമേ അവർ സമാധാനിപ്പിക്കാനുള്ളൂ. വേറെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാനുണ്ടോ? ഇല്ല. ഇക്കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻ്റെ കസിൻ ബ്രദർ, എൻ്റെ അനുജൻ മരണപ്പെട്ടപ്പോഴും അവരെയും നമ്മളെയും ഒക്കെ സമാധാനിപ്പിക്കാനും ആ ഒരു വാക്കിന് മാത്രമേ കഴിയുകയുള്ളൂ: റബ്ബിന്റെ ഖലാ ആണ്. റബ്ബിന്റെ റഹ്മത്തിലേക്കാണ് അവർ യാത്ര പോയത്. അവർ നമ്മളിൽ നിന്ന് പിരിയുന്നില്ല. നാളെ നമുക്ക് അവരെ കണ്ടുമുട്ടാൻ കഴിയും. ഈ ഒരു പ്രത്യാശയല്ലാതെ മറ്റെന്താണ് നമുക്ക് മുന്നിൽ സമാധാനമായിട്ടുള്ളത്? അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെക്കാളും സുരക്ഷിതമായ റബ്ബിന്റെ കൈകളിലാണെന്നുള്ളതല്ലാതെ മറ്റെന്ത് സന്തോഷമാണ്, മറ്റെന്ത് സമാധാനമാണ് നമുക്കുള്ളത്? അപ്പൊ ആത്മീയമായ ഒരു വഴി കാണാത്തവൻ, ഖൽബിൽ ഈമാനില്ലാത്തവന് പലപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ വേണം. ഈമാൻ നിറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 30 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഖൽബിൽ നമ്മളറിയാതെ നിറയെ ഈമാൻ നിറയുന്ന അത്ഭുതം നമുക്ക് കാണാൻ കഴിയണം. റമദാൻ അതിനു വേണ്ടിയും കൂടെയുള്ളതാണ്. ഈമാൻ നിറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. റമദാൻ ആയത് എങ്ങനെയാ? ഖുർആനിന്റെ പ്രകാശമുള്ളത് കൊണ്ടാണ്. ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. ഖുർആൻ കൊണ്ട് പരിശുദ്ധമായ റമദാൻ. ഖുർആൻ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് റമദാൻ നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? അപ്പൊ ഈ റമദാനിൽ ഖുർആനിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മൾ എല്ലാവരും, അല്ലെ? എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? അൽഹംദുലില്ലാ, വലിയ സൗഭാഗ്യം തന്നെയാണ് കൃത്യമായിട്ട് ഖുർആൻ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഒന്ന് പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും എല്ലാവരും ചെയ്യുന്ന മനോഹരമായ പ്രവർത്തനത്തിന്റെ കൂടെ ഒരു ചെറിയ ചലഞ്ച് കൂടെ ഞാൻ തന്നാൽ നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയല്ലേ? ഏതായാലും ഖുർആന് ഓതുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഈ ലോകത്ത് ഏറ്റവും ഉന്നത പദവിയുള്ളവൻ എന്നൊക്കെ ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഖുർആനോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം നാളെ ഖുർആനിന്റെ വഴി, അല്ലെങ്കിൽ ഖുർആൻ തന്നെ നമുക്ക് പ്രകാശവും വഴിയും ഒരുക്കും എന്നുള്ളത് നിസ്സംശയമാണ്. റബ്ബ് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹം തന്നെയാണ് ഖുർആൻ. ഖുർആൻ നമ്മുടെ ഖൽബിൽ നിറയുമ്പോൾ ഈമാൻ ഓട്ടോമാറ്റിക്കലി വർദ്ധിച്ചോളും. ഈമാൻ നമ്മുടെ ഖൽബിൽ നിറയുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈമാൻ നൽകാനും കഴിയും. റബ്ബ് അതിനൊക്കെയും തൗഫീഖ് നമുക്ക് നൽകട്ടെ, അല്ലെ? ഖുർആൻ ഖൽബിൽ നിറച്ചവന് കൂടുതൽ ആത്മീയമായിട്ട് റബ്ബിലേക്ക് അടുക്കാൻ കഴിയും, ആത്മീയമായിട്ട് ഉയരാൻ കഴിയും, ആത്മീയമായിട്ട് സംസാരിക്കാനും കഴിയും. ഇൻഷാ അല്ലാഹ്, നിങ്ങൾ റെഡിയല്ലേ? ഏതായാലും നമ്മളെല്ലാം കുറേ സൂറത്തുകൾ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹൃദിസ്ഥമാക്കിയവരാണ് നമ്മളെല്ലാം. എന്നാലും ചില സമയത്ത് ഇടയ്ക്കെപ്പോഴോ നമ്മൾ ഓതി നോക്കാത്തത് കൊണ്ടോ മറ്റോ ചിലതൊക്കെ നമ്മളിൽ നിന്ന് മറന്നു പോകാറുണ്ട്. ഏതായാലും നിങ്ങൾക്ക് അറിയുന്ന ഒരു പറ്റം സൂറത്തുകളുണ്ട്, അല്ലെ? സൂറത്തുകൾ ഒരുപാട് നമുക്കറിയാം. മുഴുവൻ ഖുർആനും ഹൃദിസ്ഥമാക്കിയ ആളുകൾ ഇതിലുണ്ടാകാം, എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ ഹൃദിസ്ഥമാക്കിയ എല്ലാ സൂറത്തുകളും അവിടെ ഉണ്ട്. ഒരു ബണ്ടിൽ ഓഫ് സൂറത്തുകൾ നിങ്ങൾക്ക് ഹൃദിസ്ഥമായിട്ട് നിങ്ങൾ മനഃപ്പാഠമാക്കിയ സൂറത്തുകളുണ്ട്. ഇതിൽ നിന്ന് ഒരു സൂറത്തും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇതാണ് ഇന്നത്തെ ചലഞ്ച്. ഒരു സൂറത്ത്, അത് ചെറുതോ വലുതോ ഏതോ ആട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ മനഃപ്പാഠമായിട്ടില്ലാത്ത ഒരു സൂറത്ത്, അത് ചെറുതും എടുക്കാം വലുതും എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇന്ന് തിരഞ്ഞെടുക്കണം. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത സൂറത്ത്. ആ സൂറത്ത് ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ചലഞ്ച്. നിങ്ങൾ അതിന് റെഡിയാണോ? ഈ റമദാനിൽ നമ്മൾ ഖുർആനോട് ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. ആ ഖുർആനെ ഒരിത്തിരിയെങ്കിലും ഒന്ന് ഹൃദിസ്ഥമാക്കാൻ പോവുകയാണ്. നിങ്ങൾ അതിന് റെഡിയല്ലേ? ആർ യു റെഡി ഫോർ ദാറ്റ്? നമുക്ക് കഴിയും, ഉറപ്പായിട്ടും കഴിയും. നമ്മൾ അതിലേക്കൊന്ന് തുനിഞ്ഞിറങ്ങുമ്പോൾ
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും വരിക തന്നെ ചെയ്യും. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് ഇന്നലെ ടാസ്കുകൾ ചെയ്തു. ഇന്നും ഈ പുതിയ ടാസ്ക് റഹ്മാനായ റബ്ബിന്റെ കലാമിലേക്ക് അടുപ്പിക്കാൻ, ഖുർആനിന്റെ വെളിച്ചം ഹൃദയത്തിൽ നിറയാൻ, ഖുർആന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ, ആ ഖുർആന്റെ ബറക്കത്ത് നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ മക്കളിലും, കുടുംബത്തിലും, നമ്മുടെ ഇണകളിലും, രക്ഷിതാക്കളിലും എല്ലാം നിറയെ പ്രകാശം നിറയാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.